നിങ്ങളാണ് ഏറ്റവും വലിയ മാനിപ്പുലേറ്റീവ്സ്. നിങ്ങളാണ് ഭയങ്കരമായിട്ട് ബാക്കിയുള്ളവരുടെ കോണ്ടന്റ് ആശ്രയിച്ച് ജീവിക്കുന്ന പാരസൈറ്റ്സ് ആണ് നിങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിഭീകരമായിട്ട് ഞാൻ അങ്ങനെ തന്നെ പറയും. എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ സത്യം ഇതിൽ എത്ര പേർക്ക് ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പാരസൈറ്റ്സ് ആണ്. അതായത് ബാക്കിയുള്ളവർ കണ്ടന്റ് ഇല്ലെങ്കിൽ അപ്പം ഒരു ദിവസം കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ല സഹോദര. അപ്പൊ നമ്മുടെ ശ്രീവിദ്യ മുല്ലശ്ശേരി അപ്പൊ ഇവർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടത് മാത്രമേ ഇവർക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അങ്ങോട്ട് ഏറിനാഥേക്ക് ഒരു പോക്ക് പോയതാണ്. കാര്യം ഒരു തംനെയിലും, അതായത് ഭർത്താവുമായിട്ട് പിരിയാൻ പോണെന്നുള്ള ഒരു തംനെയിലും, പിരിഞ്ഞു എന്നുള്ള രീതിക്കുള്ള ഒരു തംനെയിലും ഇട്ട് ലാസ്റ്റ് വീഡിയോനകത്ത് തുടക്കത്തിനകത്തൊക്കെ അവരങ്ങനെ പറഞ്ഞ് പിന്നെ അങ്ങോട്ട് വീഡിയോനകത്ത് ഒരു ബന്ധമില്ലാത്ത എന്തൊക്കെയോ വിളിച്ചു വരുത്തി, അതായത് ആൾക്കാരെ പറ്റിച്ച് അതുവഴി വ്യൂസ് ഉണ്ടാക്കാൻ നോക്കി ലാസ്റ്റ് ഏറിപ്പോയി. അതായത് ഇപ്പൊ വന്നിരുന്നിട്ട് ന്യായീകരണവും അതേപോലെ അതിനെതിരെ പ്രതികരിച്ചിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വീഡിയോ ഇട്ട്, ഞാൻ അടക്കമുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനെയാണ് ഇപ്പൊ അവരാണ് വിഷയക്കാര്. അതായത് ഈ റിയാക്ഷൻ ചെയ്യുന്നവരാണ് വിഷയക്കാര്. ഇപ്പൊ ഈ മൂപ്പൻസ് വ്ലോഗ് എന്ന് പറഞ്ഞ ചാനലിനകത്തൊക്കെയാണ് ഈ വീഡിയോ വന്നപ്പോൾ അത്യാവശ്യം റീച്ചായ ഒരു വീഡിയോ കേട്ടോ മൂപ്പൻസ് വ്ലോഗിനകത്ത് വന്നത്. അപ്പൊ അതിനെയൊക്കെ എടുത്തു വെച്ചിട്ട് ഇവർ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇരുന്ന് പറയുന്നുണ്ട്. അതായത് ഭർത്താവും ഭാര്യയും കൂടെ വന്നിട്ട് ഇരുന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. തംനെയില് ഞാൻ എന്താണ് മിസ്ലീഡ് ചെയ്തു, മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. അതായത് ഞാനും നന്ദു ഇപ്പോൾ ഒരുമിച്ചല്ല, ഞങ്ങൾ ഒരുമിച്ചല്ലായിരുന്നു. ചേട്ടൻ പറ എന്തായിരുന്നു ഞങ്ങൾ അതിനിടേണ്ട ക്യാപ്ഷൻ? ഞാനും നന്ദും ഇപ്പോൾ ഒരുമിച്ചല്ല, ഇതാണ് കണ്ടന്റ്. ഞങ്ങൾ എന്തായിരുന്നു ക്യാപ്ഷൻ ഇടേണ്ടിയിരുന്നത്? നിങ്ങൾക്ക് ഒരുമിച്ചല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ചല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് തംനെയിലും സംഭവമൊക്കെ ഇടാം. പക്ഷെ അതല്ല ഇതിൻ്റെ ഒരു ഇത്. നിങ്ങളത് എങ്ങനെ പ്രസന്റ് ചെയ്തു എന്നതിലാണ്. നിങ്ങളത് പ്രസന്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഏതാണ്ട് ഡിവോഴ്സ് ആയെന്നുള്ള മട്ടിനകത്തൊക്കെയാണ് നിങ്ങൾ ആ സംഭവം പ്രസന്റ് ചെയ്തത്. അത് അങ്ങനെ ഒരു സാഡായിട്ടിരിക്കുന്ന ഒരു തംനെയിലും അങ്ങനത്തെ സംഭവം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരൊരു മിസ്ലീഡായി പോകുന്ന രീതിക്കാണ് നിങ്ങൾ ആ സംഭവം കൊടുത്തേച്ചത് കേട്ടാ. പിന്നെ അത് മിസ്ലീഡ് ചെയ്യണമെങ്കിൽ, അതായത് നമ്മൾ അടിച്ചു പിരിഞ്ഞു എന്നുള്ളതാണെങ്കിൽ ഇതിനേക്കാൾ സൂപ്പറായിട്ട് തമിഴിൽ ചെയ്യാൻ എനിക്കറിയാം. എനിക്കൊരു ടീമുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ ലൈക്ക് ഇപ്പം അവർ പറയുന്നത് ഞങ്ങൾ ഡിവോഴ്സ് ആയി പോയി അല്ലെങ്കിൽ ഞങ്ങൾ അടിച്ചു പിരിഞ്ഞു പോയി എന്നാണല്ലോ അവർ പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഇത് തന്നെ ഇട്ടാൽ പോരായിരുന്നു. ഇത്രയും ലോ ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും സോഫ്റ്റ് ആയിട്ട് ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ചിന്നുവിന് ഇടായിരുന്നു ഞാനും നന്ദുവും അടിച്ചു പിരിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, കല്യാണത്തിന്റെ ഫോട്ടോ, റിസപ്ഷന്റെ ഫോട്ടോ. എനിക്കറിയാം ചേട്ടാ, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. ഇതുവരെ എന്റെ യൂട്യൂബിന്റെ കരിയറിൽ എന്റെ ഓർമ്മയിൽ ഞാനത് ചെയ്തിട്ടില്ല. ഇപ്പൊ ഇവർക്ക് ഇനി അങ്ങനെ ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. അതാകുമ്പോൾ ഇഷ്ടംപോലെ വ്യൂസ് കുറേയും കൂടെ വാരി കൂട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ട്രെൻഡിങ് എത്രയോ അത്യാവശ്യം ട്രെൻഡിങ്ങിനകത്തൊക്കെ താഴേക്കാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു തംനെയിലൊക്കെയാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് ട്രെൻഡിങ്ങിനകത്ത് നമ്പർ 1 വരാം. അപ്പൊ ഇതേപോലെ കുറേയും കൂടെ നേറി പോകുന്നുള്ളൂ. വേറെ വിഷയമൊന്നും അതിനകത്ത്. ആദ്യത്തെ സമയത്തൊന്നും എനിക്ക് ഓർമ്മയില്ലാത്ത സമയത്ത്, ലൈക്ക് എനിക്ക് അറിയാത്ത സമയത്ത് പോലും ഞാനൊരു ടീമിനെ വെച്ചിട്ടാണ് ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തത്. എഡിറ്റിങ്, ഇതേപോലെ തംനെയില്, ആ കാര്യങ്ങളൊക്കെ എനിക്കൊരു ടീമുണ്ട്. അപ്പം അവരെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എനിക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇട്ടാൽ പോരെ? ഞങ്ങൾ ഒരുമിച്ചല്ല എന്നുള്ളതാണ് എൻ്റെ കണ്ടന്റ്. ചേട്ടൻ പറഞ്ഞ ഞാൻ എന്തിടണം? ഇല്ല, ഞാൻ പറഞ്ഞുതരാം. വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരട്ടെ. ഈ പറയുന്ന വ്യക്തി മൂപ്പൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേരെന്താ? ശരത് പരമേശ്വർ. ഈ ശരത്തേട്ടൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തംനെയിൽ, ഞങ്ങളല്ല ശ്രീവിദ്യ ഈ പറഞ്ഞ പോലെ തംനെയിൽ മാറ്റിയിട്ട് തൻ്റെ വ്യൂവേഴ്സിനെ പറ്റിച്ചു എന്നാണ് ഈ പറയുന്ന ഇദ്ദേഹം മൂപ്പൻസ് വ്ലോഗ് പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കഴിഞ്ഞ ഇദ്ദേഹം എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട്? 302 വീഡിയോ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം. 302 വീഡിയോ ചെയ്ത ഇദ്ദേഹം ഒരു തംനെയിലെങ്കിലും മാന്യമായിട്ടുള്ള കാര്യം പറയുകയോ അല്ലെങ്കിൽ ഒരു തംനെയിലെങ്കിലും മിസ്ലീഡ് ചെയ്യാതെ കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് പറയുകയോ ചെയ്തിട്ടില്ല. ഞാൻ വേണമെങ്കിൽ ലാസ്റ്റത്തെ ഒരു 5 ഞാൻ വായിച്ചുതരാം. എന്താണ് ഈ കേൾക്കുന്നത്? ശ്രീവിദ്യ മുല്ലശ്ശേരി എന്താണ് ചേട്ടൻ കേട്ടത്? അതിൻ്റെ അകത്ത് കേൾക്കത്തക്ക രീതിയിലൊന്നുമില്ല. എന്താണ് ചേട്ടൻ കേട്ടത്? 1, എല്ലാം പുറത്തു വന്നു, ആദ്യ ഭാര്യ. മുകേഷ് ചേട്ടാ എന്തായത്? ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ, ബാലപ്പെട്ടു, മൊണാലിസയും കൊണ്ട് സംവിധായകൻ മുങ്ങി. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ തംനെയിൽ. നിങ്ങൾ ആലോചിക്കണം, ഇത്രയും മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിരുന്നിട്ട് മറ്റേ പറയാറില്ലേ, എന്താ കൈയില്ലാത്തവൻ കാലില്ലാത്തവനെ കുറ്റം പറയുന്നു എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ ഇത്രയും എന്താ പറയുക, നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുമിച്ചില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ സാധനങ്ങൾ കാണണം. മൊണാലിസയെ കൊണ്ട് സംവിധായകൻ മുങ്ങി, കൊന്നത്, വമ്പൻ ട്വിസ്റ്റ്, എലിസബത്ത് രംഗത്ത്, സത്യം അതല്ലേ, നാണമില്ലേ ഇങ്ങനെ ചെയ്യാൻ, രേണു കൊല്ലം സൂയിസൈഡ് ചെയ്യുന്ന ഭാര്യയെ പറ്റിയിട്ടാണത്, നാണമില്ലേ ഇങ്ങനെ ചെയ്യാൻ, റാണിയക്ക ജയിലിലേക്ക്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ക്യാപ്ഷനും അദ്ദേഹത്തിന്റെ തംനെയിലും. ഓക്കെ, അപ്പൊ മൂപ്പൻസ് വ്ലോഗിന്റെ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ചാനലാണ് ഈ മൂപ്പൻസ് വ്ലോഗിന്റെ. ഇപ്പൊ എന്റെ അടക്കം റിയാക്ഷൻ ചാനലാണ്. അപ്പൊ അങ്ങനെയുള്ളവരുടെ കണ്ടന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, വേറൊരാൾ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളിനകത്ത് നമ്മുടെ ഒപ്പീനിയൻ എന്താണോ അത് പറയാന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ക്ലിക്ക് ബെയ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം കൊടുക്കുന്നത്. കാര്യം നമ്മുടെ ചാനൽ അത്
ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ ഇവരുടെ കണ്ടന്റ് എന്താണ്? ഇവരെന്ന് പറഞ്ഞ ഒരു ഫാമിലി വ്ളോഗ് അല്ലെങ്കിൽ അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെയാണ് ഇവർ ചെയ്യാറ്. കൂടുതലും അങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു കണ്ടന്റ് മെയിൻ ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ ശ്രീവിദ്യയുടെ കാര്യങ്ങൾ പറയല് അങ്ങനെയൊക്കെയാണ് ആ സംഭവം പോവാറ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചാനലിനകത്ത് നിങ്ങളുടെ കല്യാണം ഇടയ്ക്ക് കഴിഞ്ഞുള്ളൂ. അപ്പൊ അതിനെയും കൂടെ വെച്ചിട്ട് നിങ്ങളൊരു തമ്മിൽ ഇടുമ്പോഴത്തേക്ക് ഇത് രണ്ടാണ്. അപ്പൊ രണ്ട് രീതിക്കാണ് അത് വരുന്നത്. പിന്നെ ഈ ക്ലിക്ക് ബേറ്റ് ആയിട്ടുള്ള തമ്മിൽ ഇടാനായിട്ടുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. അതേപോലെ തന്നെ അതിനകത്ത് അഭിപ്രായം പറയാനായിട്ട് ഓരോരുത്തർക്കും അവകാശമുണ്ട്. അപ്പോൾ ആദ്യം സ്വയം നന്നാവുക, എന്നിട്ട് ബാക്കിയുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനെങ്കിലും ഇറങ്ങുക. സ്വന്തം നാട്ടുകാരൻ തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഈ പറഞ്ഞ പോലെ സ്വയം ആദ്യം ഒന്ന് മാന്യമായിട്ട് ഇതിൻ്റെ അകത്ത് എന്താണുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള വാസ്തവം, അല്ലെങ്കിൽ താങ്കൾ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്നുള്ളതിനെ പറ്റിയിട്ട് താങ്കൾ ആദ്യം വ്യക്തമായിട്ടുള്ളൊരു ക്യാപ്ഷനും തമ്മിലും കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളവരെ ഈ പറഞ്ഞ പോലെ പഴിചാരാൻ പോവുക. ഇതൊക്കെയാണ് പുള്ളി ഇടുന്ന തമ്മിലുകൾ. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ ഈ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ വന്നു, ഇദ്ദേഹത്തിൻ്റെ കൂടെ ചറപറ 2-3 പേരുടെ വീഡിയോസ് വന്നിട്ടുണ്ട് കേട്ടോ. ഏതോ ലൈഫ് ഓഫ് അനന്തു അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് 2-3 പേരുടെ വീഡിയോ വന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വ്യൂസ് എന്ന് പറയുന്നത് ഏകദേശം 1,57,000 വ്യൂസാണ്. 1,57,000 വ്യൂസാണ് പുള്ളിക്കാരന് കിട്ടിയിട്ടുള്ളത്. ഞങ്ങളുടെ ആ കണ്ടന്റിന് ഇപ്പോഴും 84,000 വ്യൂസേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ആരെയാണ് എങ്ങനെയാണ് വിറ്റ് പൈസ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആരാണ് അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ച് അല്ലെങ്കിൽ ആരാണ് മാനിപ്പുലേറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കിയെന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. 1,57,000 വ്യൂസുമായിട്ട് ഒരു ദിവസത്തിൽ. ഓക്കെ, അപ്പൊ ഈ വ്യൂസിന്റെ കണക്കൊക്കെ പുള്ളി പറയുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരുടെയും കഴിവാണ് അവരെങ്ങനെ വ്യൂസ് ഉണ്ടാക്കുന്നു എന്നുള്ളത്. ഇപ്പൊ ഇവര് ഈ ഒരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു കണ്ടന്റ് നിങ്ങൾ പബ്ലിക്കിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പബ്ലിക് അതിനകത്ത് പല രീതിക്കുള്ള അഭിപ്രായം പറയും. അപ്പൊ അങ്ങനെ ഇട്ട ഒരു വീഡിയോ ആണ് ഈ പറഞ്ഞ മൂപ്പൻസ് വ്ലോഗിന്റെ. പിന്നെ ഈ മൂപ്പൻസ് വ്ലോഗിന്റെ ഈ അക്കൗണ്ടിനകത്തുള്ള സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുകയാണെന്നൊക്കെ ഈ പുള്ളി പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അവരൊക്കെ അതായത് ഈ പുള്ളിക്കാരന്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഇത് കാണാൻ വേണ്ടി തന്നെയാണ് പുള്ളിക്കാരനെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ അവരവിടെ പറ്റിക്കപ്പെടുന്നില്ല. അവരത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് പുള്ളിക്കാരനെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് പുള്ളിക്കാരന്റെ വീഡിയോ വരുമ്പോൾ കാണുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കേസിനകത്ത് ഇവിടെ വന്നേക്കണതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ നിങ്ങളെ ഇതാക്കുന്നവരെ മിസ്ലീഡ് ചെയ്തു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് നിങ്ങളിപ്പോൾ അവരെന്തെങ്കിലും ഭയങ്കരമായിട്ട് പറ്റിച്ചു കൊടൂര് ഇതാക്കി ഇനി മൂപ്പൻസ് വ്ലോഗിനകത്ത് ചിലപ്പോൾ പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് അവരെ മിസ്ലീഡ് ചെയ്തു എന്ന്, നിങ്ങൾ അവരെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നിങ്ങൾ വിളിച്ചു വരുത്തി അവരെ അങ്ങനെ അല്ല എന്നുള്ള, അതായത് പഴങ്കഞ്ഞി ഉണ്ട് പക്ഷേ അവർ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി. അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒരു ദിവസമായിട്ടില്ല 14 മണിക്കൂറിൽ 1,57,000 വ്യൂസായിട്ട് പുള്ളി മുന്നിൽ പോകുന്നുണ്ട്. ഞങ്ങളിൽ നിന്ന് കിട്ടിയ, ഞങ്ങളുടെ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയ കണ്ടന്റിൽ നിന്ന് കിട്ടിയ പൈസയായിട്ട് പുള്ളി പോകുന്നുണ്ട്. സ്വന്തമായിട്ട് ഒരു തരത്തിലുള്ള അധ്വാനവും ചെയ്യാതെ ചെറിയതായിട്ട് ക്യാമറ പിടിച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് പുള്ളിക്ക് കിട്ടി 1,57,000 വ്യൂസ്. ഞാൻ ഇത് പറയുന്ന വേറൊന്നുമല്ല, നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്. 84,000 വ്യൂസും ഏകദേശം 10-300ഓളം അൺസബ്സ്ക്രൈബും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സബ്സ്ക്രൈബർ ഡ്രോപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഡ്രോപ്പിൽ നമുക്ക് വിഷമമില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ ഇത്രയും വർഷം കൂടെയുള്ള ആൾക്കാർ പോകത്തില്ല. ആ ഒരു ഡ്രോപ്പിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമവും ഇല്ല. നമ്മുടെ കൂടെ നമ്മുടെ എല്ലാ വിഷമത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും നിന്ന് ഫാമിലി പോലെ നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക്. അവർ പോകത്തില്ല നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതിനുള്ള കമന്റ്സും ഉണ്ട്. പുള്ളി വായിച്ച നെഗറ്റീവ് കമന്റ്സിൽ പോസിറ്റീവ് കമന്റ്സും. അങ്ങനെ ഡ്രോപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസ് അങ്ങനെ ഓഡിയൻസ് ആണ്. കാര്യം അവരെ നിങ്ങൾക്ക് ഇപ്പം ഇതേപോലെ മിസ്ലീഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങളെ വിട്ടു പോവും. കാര്യം അവർ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണത് എന്താണ്? നിങ്ങളുടെ ലൈഫ് കാണാം, നിങ്ങളുടെ ഫാമിലി അത് കാണാം. അപ്പോൾ അവരൊരിക്കലും ചിന്തിക്കുന്നില്ല അവരെ നിങ്ങൾ മിസ്ലീഡ് ചെയ്യുന്നു. പെട്ടെന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് അവർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി, അത്രേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യുന്ന ഒരു അടിയിൽ പോയി കമന്റ് ചെയ്ത് ഞാൻ കണ്ടു കമന്റ് അയച്ചു തന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കമന്റ്സ് ഇല്ല, പുള്ളി ഇരുന്ന് ഡിലീറ്റ് ചെയ്യും. പുള്ളി ഇരുന്ന് അങ്ങ് നെഗറ്റീവ്സ് മാത്രം മതി പുള്ളിക്ക് എന്നുള്ള രീതിയിൽ. സോ അതിൽ വന്നിരിക്കുന്ന ഒരു കമന്റ് ആണ്, ഇറ്റ്സ് ആപ്ലിക്കബിൾ ടു ഈച്ച് ആൻഡ് എവരി വൺ ഹു ആർ യൂസിംഗ് യൂട്യൂബ് ആസ് എ ജോബ് ബിക്കോസ് എവരി റിയാക്ഷൻ വീഡിയോസ് ആർ ഡൂയിങ് സെയിം തിങ് മിസ്ലീഡിംഗ് ക്യാപ്ഷൻസ് വാട്ട് ഈസ് ദ ഡിഫറൻസ്. അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഇതിനെ കമന്റ് ഇട്ടിരിക്കുന്ന ബോബിത CM എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടിൽ നിന്ന്. അപ്പം നിങ്ങൾ ആലോചിക്കണം, ഞാൻ പറഞ്ഞത് തന്നെയാണ് ബാക്കിയുള്ള നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൽ പലർക്കും മനസ്സിലായിട്ടുള്ളത് അത് തന്നെയാണ്. നിങ്ങളാണ് ഏറ്റവും വലിയ മാനിപ്പുലേറ്റീവ്സ്. നിങ്ങളാണ് ഭയങ്കരമായിട്ട് ബാക്കിയുള്ളവരുടെ കോണ്ടന്റ് ആശ്രയിച്ച് ജീവിക്കുന്ന പാരസൈറ്റ്സ് ആണ് നിങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിഭീകരമായിട്ട് ഞാൻ അങ്ങനെ തന്നെ പറയും. എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ സത്യം ഇതിൽ എത്ര പേർക്ക് ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പാരസൈറ്റ്സ് ആണ്. അതായത് ബാക്കിയുള്ളവർ കണ്ടന്റ് ഇല്ലെങ്കിൽ അപ്പം ഒരു ദിവസം കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ല സഹോദര.
നിങ്ങൾക്കൊരു കോണ്ടന്റ് ഇല്ല ഒരു ദിവസം ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ. ഓക്കെ, അപ്പൊ ഇത്തിക്കണ്ണികളാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞതിന്റെ മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ ഇതേപോലുള്ള റിയാക്ഷൻ ചാനലുകളൊക്കെ ഇത്തിക്കണ്ണികളാണ്, അതായത് കണ്ടവന്റെ ചോര കുടിച്ച് അതിൽ നിന്ന് ജീവിക്കുന്ന ചാനലുകളാണ് എന്ന് പുള്ളി പറഞ്ഞത് കറക്റ്റ് തന്നെ കേട്ടോ. ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. അത് തന്നെയാണ് കാര്യം. ഇവിടെ പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ മാത്രമുള്ള സെറ്റപ്പ് അല്ല. ഈ റിയാക്ഷൻ അല്ലെങ്കിൽ ഈ ഒപ്പീനിയൻ പറയുന്ന ചാനൽ എന്നൊക്കെ പറഞ്ഞാൽ അത് ഇന്റർനാഷണൽ സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ചെയ്യുന്നത് അതൊരു നീഷും കൂടെയാണ്. കാര്യം യൂട്യൂബ് എവിടെയും നമ്മളോട് പറയുന്നില്ല നിങ്ങൾ ഈ ഒരു സംഭവം ചെയ്യാൻ പാടില്ല എന്ന്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ആ അഭിപ്രായ സ്വാതന്ത്ര്യം വിറ്റ് കാശാക്കുന്നു, അതിലെന്താണ് തെറ്റ്? ഞാൻ മനസ്സിലാക്കിയതാണ്. ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരുടെയും നോക്കി. ഈ ബാക്കി പറയുന്ന ലൈഫ് ഓഫ് അനന്തു ബാക്കിയുള്ളവരുടെ ഒന്നും ഞാൻ സംസാരിക്കുന്നത്, കാരണം ഞങ്ങൾ വീണ്ടും അത് പറഞ്ഞ അവർക്കൊരു പ്രൊമോഷൻ ഞാനും തുറന്നു നോക്കിയില്ല. അല്ല, വീണ്ടും അവർക്ക് പ്രൊമോഷൻ കൊടുക്കുകയാണ്, അതിലൂടെ അവർക്ക് കുറച്ച് വ്യൂസ് കിട്ടും. എനിക്കൊന്നും ഈ ലൈഫ് ഓഫ് അനന്തൂരും 10-20,000 വ്യൂസ് ആയെന്ന് തോന്നുന്നു. ഇന്നത്തേക്കുള്ളത് പുള്ളിക്കും ആയിട്ടുണ്ടാവും. നമുക്ക് ഇത്രയും ഹേറ്റ് മതി, എനിക്ക് ഇത്രയും നെഗറ്റിവിറ്റീസ് താങ്ങാൻ എനിക്ക്. ഓക്കെ, അപ്പൊ പുള്ളിക്കാരിക്ക് നെഗറ്റിവിറ്റി താങ്ങാൻ പറ്റൂല എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് നെഗറ്റിവിറ്റി ഒന്നും താങ്ങാൻ പറ്റൂലെങ്കിൽ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയനകത്തേക്ക് വരാണ്ടിരിക്കാന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാര്യം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയനകത്തേക്ക് എപ്പോൾ കാലെടുത്ത് വെച്ചിട്ടുണ്ടോ, നിങ്ങൾ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും കാണുന്നവർ പല വിധമാണ്. അപ്പൊ പല രീതിക്കുള്ള അഭിപ്രായങ്ങൾ അതിനകത്ത് വരും. അപ്പൊ നിങ്ങൾക്ക് നെഗറ്റിവിറ്റി പറ്റൂലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല എന്ന് വേണ്ട പറയാൻ. പിന്നെ നമുക്ക് നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ തെറി വിളിക്കുക സെറ്റപ്പ് അതൊന്നും അല്ലാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൂപ്പം നടി അപ്പൊ എന്താണെങ്കിൽ അതൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ജെന്യുവിനായിട്ട് നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്ന ആൾക്കാരെ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ കണ്ടന്റിനകത്ത് എവിടെയോ അവർക്ക് ഇഷ്ടമല്ലാത്ത എന്തോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെന്ന് വേണം നിങ്ങൾ വിശ്വസിക്കാൻ. അപ്പൊ ആ ഒരു കണ്ടന്റ് നിങ്ങൾ ചെയ്തതിനകത്ത് നിങ്ങൾ അതുവരെ തുടർന്ന് വന്ന പാറ്റേണിൽ നിന്ന് നേരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിപ്പോയി. അതായത് മിസ്ലീഡ് ചെയ്തിട്ട് അത് വെച്ച് വ്യൂസ് ഉണ്ടാക്കാനായിട്ടുള്ള പുള്ളിക്കാരി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെയാണ് അത് കൺവേ ആയി വന്നത് ആ ഒരു വിഷയം. പിന്നെ പുള്ളിക്കാരി തന്നെ ഒട്ടും ചിന്തിക്കാട്ടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്നെ പ്രിവ്യൂവിനകത്ത് തന്നെ പുള്ളിക്കാരി സ്റ്റാർട്ടിങ്ങിനകത്ത് തന്നെ പറഞ്ഞത് നിങ്ങൾ ഈ തമ്മിലിനകത്ത് കണ്ടത് ഞങ്ങൾ വെറുതെ വെച്ചേക്കണതല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു രീതിക്ക് തന്നെയായിരുന്നു അതിൻ്റെ തുടക്കവും അങ്ങനെ തന്നെയായിരുന്നു ആ ഒരു വീഡിയോൻ്റെ. അപ്പം എനിക്ക് എത്രയാണ് ഇതിനെ പറ്റി പറയാനുള്ളത്. പിന്നെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ മാത്രമായിട്ട് പറയല്ലേ, അവരുടെ മാത്രമല്ല നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് പറഞ്ഞിട്ട് തന്നെ ഞാൻ ഈ വീഡിയോ വെച്ച് നിർത്തണം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് ഈ വീഡിയോ കമന്റ് ഇടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ